ഇന്ന് കേരളത്തിലെ 3 മന്ത്രിമാർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതികരിച്ചു. ഒന്ന് സഖാവ് പി രാജീവ്, മുഹമ്മദ് റിയാസ്, എം ബി രാജേഷ്. ഇതിനൊരു കൂട്ടായ പരിശ്രമത്തിൽ മറികടക്കേണ്ടതും ഇതൊരു സാമൂഹ്യ വിപത്താണെന്നും കൃത്യമായി അഭിസംബോധന ചെയ്തു. അവരൊരു ഘട്ടത്തിലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ മുഖത്തേക്ക് കരിവാരി തേച്ച് അതിനെ ഒരു പ്രശ്നമാക്കി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യം പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ 3 KSU നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലാണ്. 3 KSU നേതാക്കന്മാർ. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. 3 KSU നേതാക്കന്മാർ ജയിലിലായിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിൽ തെറ്റായ ചർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഘട്ടത്തിലും ഈ മന്ത്രിമാരെന്ത് പറഞ്ഞു? കൂട്ടായ പരിശ്രമത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയണം, ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും ഇത് തിരിച്ചറിഞ്ഞാണ് മാധ്യമങ്ങൾ ഇടപെടുന്നതെന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഇനി KSU എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മുൻ വിദ്യാർത്ഥികളുമാണ് എന്ന് കൃത്യമായി എഴുതി ചേർത്തത്. നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റ പ്രതിഷേധം എന്നുള്ളത് VD സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ചോദ്യം ചോദിച്ചവരെ നിശബ്ദരാക്കുന്ന ആ പ്രവണതയെ നിങ്ങൾക്കൊരിക്കലും ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമൊന്നുമല്ല SFI. അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല. പക്ഷേ സത്യം പറയാൻ നിങ്ങൾ തയ്യാറാവും. ആ സത്യം പറയാത്തത് കൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾ അതിൽ സൂചിപ്പിക്കുകയാണ്.